ഹലോ, നമസ്കാരം. ഞാൻ ഷാജിദ സുധീർ. എന്നെ കുറച്ച് പേർക്കെങ്കിലും അറിയാമെന്ന് വിചാരിക്കണം. ഞാൻ സുഖമില്ലാതിരിക്കുകയാണ്. എനിക്കിപ്പോൾ ഒരു 7 മാസമായിട്ട് എനിക്ക് വയ്യ. ഞാനിപ്പോൾ തിരുവനന്തപുരം RCCയിലായിരുന്നു 1.5 മാസം. അവിടെ അവർക്ക് പറ്റാത്തതുകൊണ്ടും എനിക്ക് ഹൈടെക് ഓപ്പറേഷൻ വേണ്ടി വന്നതിനാലും എന്നെ കണ്ണൂർ മലബാർ ക്യാൻസർ സെൻ്ററിലേക്ക് മാറ്റി. ഇപ്പോൾ എൻ്റെ ഒരു ഹൈടെക് സർജറി കഴിഞ്ഞു. എനിക്കിനി 5 കീമോ ഉണ്ട്. കീമോ കഴിഞ്ഞതിന് ശേഷം ഒരു സർജറി കൂടി ഉണ്ട്. അപ്പം ഞാനിപ്പോൾ ഈ ഓൺ വോയിസ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാരോടും ഞാൻ പറയുകയാണ്, വയറിൽ ചെറിയ ചെറിയ വേദനയൊക്കെ ഉണ്ടെങ്കിൽ അത് ആരും നിസ്സാരമായിട്ട് കാണരുത്. എനിക്ക് ചെറുതായിട്ട് വയറുവേദനയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഗ്യാസിൻ്റെ ആണെന്ന് വിചാരിക്കും. കുറച്ച് ഡ്രിങ്ക്സൊക്കെ വാങ്ങിച്ച് കഴിക്കും. ഡ്രിങ്ക്സ് മീൻസ് നമ്മുടെ കൊക്കക്കോള അങ്ങനെ ഇങ്ങനെയൊക്കെ വാങ്ങിച്ച് കഴിക്കുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ എൻ്റെ വയറുവേദന അങ്ങനെ അത് കഴിക്കുമ്പോൾ മാറുമായിരുന്നു. അപ്പോൾ എനിക്കറിയാം, ഒരിക്കലും ഞാൻ സ്വപ്നത്തിൽ പോലും എനിക്ക് ഇങ്ങനെ ഒരു അസുഖം വരുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് സംസാരിക്കാനൊന്നും പറ്റണില്ല. സംസാരിക്കുമ്പോൾ കിതപ്പൊക്കെ വരണുണ്ട്. അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും ശ്രദ്ധിക്കുക, ചെറിയൊരു വയറുവേദനയാണെങ്കിൽ പോലും ഡോക്ടറെ കാണുക, അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. ഒരിക്കലും എൻ്റെ ഒരു അവസ്ഥ നിങ്ങൾക്ക് വരരുത്. ഇന്ന് കുറച്ച് സീരിയൽ താരങ്ങളും പ്രശസ്തരായ പലരും പങ്കുവച്ചൊരു ദുഃഖവാർത്തയായിരുന്നു അവരുടെ പ്രിയപ്പെട്ടവളായിരുന്ന ഷാജിദയുടെ മരണം. മരണത്തിന് മുന്നേ ഷാജിദ തൊട്ടു മുമ്പ് പങ്കുവച്ച ഒരു വീഡിയോ ആണ് ഇപ്പോൾ എല്ലാവരുടെയും നെഞ്ചു തുളയ്ക്കുന്ന വേദനയിൽ ഇപ്പോൾ കാണുന്നത്. ആരും ഇങ്ങനെ ചെയ്യരുത്, കൈകൂപ്പി അപേക്ഷിച്ചുകൊണ്ടാണ് ഷാജിദ പറയുന്നത്. നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ എന്ന് പറഞ്ഞു തുടങ്ങുകയാണ് ഷാജിദ. ഷാജിദയുടെ വിഷമം സഹിക്കാനാകാതെയാണ് ഇതൊരു വീഡിയോ ആയി തന്നെ പറയുന്നത്. എനിക്ക് സംസാരിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്, നല്ല കിതപ്പുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് പറയണം. കാരണം നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെറിയൊരു വയറുവേദന വന്നാൽ പോലും നിങ്ങളത് നിസ്സാരമായി കാണരുതേ, അങ്ങനെ ചെയ്യരുതേ. ഒട്ടും നല്ലതിനല്ല. ഞാൻ അങ്ങനെ നിസ്സാരമായി കണ്ടു. അതാണ് ഞാൻ ചെയ്ത തെറ്റ്. അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നു. എനിക്കിപ്പോഴും ഇങ്ങനെ അനുഭവിക്കേണ്ടി വരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളടുത്ത് ഇത് പറയുന്നത്. സോഷ്യൽ മീഡിയയിലെത്തി ഇപ്പോൾ ഷാജിദ പറയുന്ന വാക്കുകൾ എല്ലാവരും ഏറ്റെടുക്കുന്നു. എൻ്റെ വയറ്റിന് ചെറിയൊരു വേദനയുണ്ടായിരുന്നു. ഞാൻ ആദ്യം അത് നിസ്സാരമായി കണ്ടു. പിന്നാലെയാണ് അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ എനിക്ക് മനസ്സിലായത്. അപ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയി. ഇപ്പോൾ എൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. 1 മാസം മുൻപ് ആശുപത്രിയിൽ അഡ്മിറ്റായി. ഇപ്പോഴും ഒരു മാറ്റവുമില്ല. എൻ്റെ അസുഖത്തെക്കുറിച്ച് നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ എന്ന ഷാജിദ പറയുന്ന വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരുടെയും നെഞ്ചു നീട്ടുന്ന വേദനയിൽ കടന്നു പോകുന്നു. ഒരു കിഡ്നി മാത്രമേ ഷാജിദയ്ക്കുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വേദനയ്ക്ക് മരുന്ന് പോലും കഴിക്കാൻ പറ്റുമായിരുന്നില്ല. കീമോയുടെ വേദന മുഴുവൻ സഹിച്ചായിരുന്നു അവസാന നാളുകളിൽ ഷാജിദയുടെ ജീവിതം. മരിച്ചാൽ മതിയെന്ന് തോന്നിയ ദിവസങ്ങളായിരുന്നു അതെന്ന് പറയുന്നു. എന്നാൽ മക്കളെക്കുറിച്ച് ഓർക്കുമ്പോൾ മാത്രമാണ് തിരിച്ചു വരണമെന്ന് കൊതിച്ചതും. ആദ്യം RCCയിലായിരുന്നു, പിന്നെ കണ്ണൂരിലെ മലബാർ ക്യാൻസർ സെൻ്ററിലേക്ക്. തുടർന്ന് 2 മാസം മുന്നെയാണ് തീർത്തും അവശനിലയിലേക്ക് ഷാജിദ മാറിയത്. എഴുന്നേൽക്കാൻ നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്കാണ് ഷാജിദ പിന്നെ മാറിയത്. അവസാന നാളുകളിൽ ശ്വാസകോശത്തിൽ വെള്ളം നിറഞ്ഞിരുന്നാൽ നടത്താൻ തീരുമാനിച്ച സർജറി മാറ്റിവെച്ചിരുന്നു. ഒടുക്കം ഷാജിദ മരണത്തിന് കീഴടങ്ങുമ്പോൾ തന്നെ വളരെയധികം ദുഃഖമാണ് എല്ലാവർക്കും പകരാനുണ്ടായിരുന്നത്.